അസ്സലാമലൈക്കും മാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തോനെയൊന്നും ഇടണില്ല, കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ 4 ഉള്ളേനി, അതുകൊണ്ടാണ്. തോന ഉണ്ടെങ്കിൽ തോന ഇട്ട് വെക്കാം. അപ്പോൾ ഞാൻ അത് ചെറുതാക്കി ഒന്ന് ഈ രീതിക്കാണ് ഞാൻ അരിഞ്ഞ് ഇതുണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ലേശം ഉപ്പ് അതിലിട്ടേക്കുക. നമ്മൾ നല്ലപോലെ ഒന്ന് കുടഞ്ഞിങ്ങനെ എല്ലായിടത്തും ആക്കുക. നല്ലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നല്ലൊന്ന് മിക്സ് ചെയ്യും. കുറച്ചും കൂടി ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് അച്ചാറിടാനും ഇങ്ങനത്തിനൊക്കെ ഈ കല്ലുപ്പ് നല്ലതാട്ടോ. നല്ല പുളിയുള്ള മാങ്ങ, ഇത് കോമാങ്ങ കേട്ടോ. ഏത് മാങ്ങ എടുക്കാം, പുളി കുറവാണെങ്കിൽ രസം. ഞാൻ അപ്പോൾ അതിൽ ഒരു 2 മൂടി സുർക്ക ഒഴിക്കുള്ളൂ. തോനെ സുർക്കയൊന്നും ഒഴിക്കണില്ല. സുർക്ക ഒഴിക്കാതെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചൊക്കെ ആണെങ്കിൽ സുർക്ക ഒഴിക്കാതെ നമുക്ക് സുർക്ക ഒഴിക്കാതെ തോനെ ഇടാം. പക്ഷേ വെളിച്ചെണ്ണയിലിടാൻ പറ്റില്ല, നല്ലെണ്ണയിലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇടുന്നത് ഇന്ന്. അപ്പോൾ ഇത് കുറച്ചുള്ള കാരണം കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. അല്ലെങ്കിൽ നല്ലെണ്ണയിലേ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കേടായിപ്പോവും. അപ്പോൾ അതൊന്നും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കടുകും പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചാൻ വേണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതല്ലോ, കുറച്ച് ഉലുവയും കടുകും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിൽ തോനെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് വറുത്തെടുത്ത ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഞാൻ. ബാക്കി പിന്നെ കാണിച്ചു തരാം. അധികം സാധനമൊന്നും വേണ്ട. ഇപ്പോൾ വറുത്ത് വെച്ചത് ചൂടാറിയിട്ടൊന്ന് പൊടിക്കട്ടെ. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടാ വേണ്ട, പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കായ ഇതിൽ ഒന്ന് ഇളക്കി വെക്കുക. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ വേറെ കുറച്ച് മഞ്ഞളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാണ്ട്, മുളക് പൊടി മഞ്ഞളൊക്കെ ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിണേ. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാട്ടോ ഒഴിക്കേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. കൊണ്ടുവന്ന് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചായതുകൊണ്ട് ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിരുന്നു കേട്ടോ. ഇതുണ്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായിട്ട് കുറച്ച് ചൂടാവണം. എന്നിട്ട് തീയൊന്ന് കുറച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്കിതൊന്നും ഇടേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ. അല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചതിൻ്റെ പേരിൽ ഞാൻ കുറച്ചത് ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 4 കോമാങ്ങ കേട്ടോ. കോമാങ്ങ നല്ല പുളിയുള്ളതാണല്ലോ. അപ്പോൾ ഏതോ മാങ്ങ എടുക്കാം, പുളിയുള്ള, അത്യാവശ്യം പുളിയുള്ളത്. ഒന്ന് വഴറ്റിയെടുക്കട്ടെ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പം നമ്മൾ തോന വാങ്ങണ്ടെങ്കിൽ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ്. കാരണം നല്ലപോലെ ലേശം കടുക് ഉലുവയും പിന്നെ കായപ്പൊടി ഇട്ട് നല്ലപോലെ അവിടെ ഇളക്കി അവിടെ മുളക് പൊടിയൊക്കെ നല്ല പാകത്തിന് ചേർത്തിട്ട് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അവിടെ വെച്ചാൽ മതി. ഒരു 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്ത്
പിന്നെന്താണ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ചോറിനും കഞ്ഞിക്കൊക്കെ പറ്റും. അപ്പം ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇത് കുറച്ചായതുകൊണ്ട് ഞാനിത് ഇതുപോലെയൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ തീ ഓഫാക്കിനെ. ഇതിപ്പോൾ എരിവുള്ളതും എരിവില്ലാത്ത മുളകും കൂടിയും പൊടിച്ചതാണ്. അപ്പം നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരെ പിന്നെന്താണ് എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഞാൻ കുറച്ച് അറിയുന്നത് നമുക്ക് പിന്നെ മാങ്ങയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ. ഇതെല്ലാം ഒന്നുണ്ട് ചൂടാക്കിയിട്ട് തീ ഓഫാക്കിന്. എന്നിട്ടിങ്ങനെ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നമുക്കൊരു ഒരു രണ്ട് മൂടി സുറുക്ക വയ്ക്കണം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് കേട് വരേണ്ട മഴയൊക്കെ അല്ലേ വിചാരിച്ചിട്ട് ഒരു മൂടി വെച്ച്. ഈ സാധനമൊന്നും നമ്മൾ തോനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് സുറുക്ക ഇത് ഒഴിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പം ഞാൻ എണ്ണയിലൊക്കെ ഇടണമെന്ന് വെച്ചെങ്കിൽ ഞാനിത് ഒഴിക്കില്ല. സുറുക്ക ഒഴിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ അത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ 2 മൂടി ഒഴിച്ചെന്നേ ഉള്ളൂ. വെറും 2 മൂടി, അത് മാത്രം മതി. നമുക്ക് കുട്ടികളൊക്കെ തിന്നുമ്പോൾ അവർക്കൊന്നും വയറിന് പറ്റൂല, ആർക്കും പറ്റൂല. ഈ സുറുക്കൊന്നും തോനെ കഴിക്കാൻ പറ്റൂല. ഇവിടെ ഉള്ള മോന് സുറുക്കേ പറ്റൂല. അപ്പോൾ ഞാൻ ഒരിച്ചിരി ഇട്ട ലേശം കായപ്പൊടിയും കൂടി. കായപ്പൊടിയൊക്കെ ലേശം ഉണ്ടായാൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കായപ്പൊടിയൊന്നും നമ്മൾ അച്ചാർക്ക് അങ്ങനെ കയറൂല പെട്ടെന്ന്. ഇതൊന്ന് ചൂടായി നമുക്കിത് കിട്ടൊന്ന് ഇളക്കാം. അപ്പം അത് ഇതിലിടുകയാണേ. നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കണം. ഈ കല്ലുപ്പിട്ടത് കൊണ്ട് ഉണ്ടല്ലോ അതിന് പാകത്തിനായി വരും. ഇതിലുള്ള വെള്ളം നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് 4 ദിവസം വെച്ചിട്ടേ ഇത് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെയും കൂട്ടാം, അതല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും കഴിയണം. അപ്പോൾ അതാ ഞാൻ ഈ പൊടിച്ച ഉലുവയും കടുകും ഇതിക്കിടുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചട വെക്കുക. എല്ലാ ടേസ്റ്റേക്കും കഞ്ഞിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊന്ന് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഈ പനിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും എലിപ്പനിയും എല്ലാ പനിയുണ്ട്. മഞ്ഞപ്പിത്തും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതാ. മഞ്ഞപ്പിത്തക്കാർക്ക് പറ്റലുണ്ടാവില്ല കേട്ടോ. അല്ലാതെ എലിപ്പനിയൊക്കെ ഉള്ള പനിയായി സാധാ പനിയൊക്കെ ഉള്ളവർക്ക് ഇത് കൂട്ടി കഞ്ഞി കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. ഇതുണ്ടോ, പാകത്തിന് ഉപ്പും ഇപ്പോൾ പാകമാണ്. പുളിയൊക്കെ ആയി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നല്ല രസമുണ്ട്, വെറുതെ പറയല്ല. നിങ്ങൾ വിചാരിച്ചും വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയതുണ്ട് ഇതൊക്കെ ചേർത്തിയതുകൊണ്ട്. പിന്നെ എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ കേട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ നല്ലെണ്ണയിൽ ഇടുന്നത്. ചില ആൾക്കാർക്ക് നല്ലെണ്ണയ്ക്കും ഇഷ്ടം. അപ്പം ഇഷ്ടത്തിൻ്റെ മാത്രമല്ല, കേട് വരാതെ നിൽക്കും. ഇതാകുമ്പോൾ നമുക്കിതിപ്പോൾ അതാ ഒരാഴ്ചക്കേ ഉള്ളൂ, ഇത് പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലിട്ടത്. പിന്നെ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളാരും മടിക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്യുക. നിങ്ങളെ
അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം എല്ലാവരോടും നന്ദി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും.